ഫിനൽസ്റ്റോപ്പ് ദേശത്തോട് സൃഷ്ടാവായ ദൈവത്തിന് മാനവീയതയോട് അറിയിക്കുവാനുള്ള സദ്വാർത്തയുമായിട്ടാണ് ഈ ദീപങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് ദൈവം നമുക്ക് തന്ന സമയം. ആ സമയം ഉപയോഗിച്ചാണ് നാം ഈ ലോകത്തിൽ പണം നേടിയെടുക്കുന്നത്. എന്നാൽ അതിലുപരിയായി സമയം നിറവേറ്റാതെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ മാനവരാശിയോട് അറിയിക്കുവാനുള്ള സന്ദേശം എന്തായിരുന്നു? പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള സന്ദേശം എന്ത് എന്ന് കേൾപ്പാൻ നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ ശബ്ദം കേൾക്കുവാൻ താഴ്മയോടെ ഞങ്ങൾ നിങ്ങളെ അപേക്ഷിക്കുന്നു. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി വീണ്ടും ആ സദ്വാർത്ത എന്ത് എന്ന് കേൾക്കുവാൻ നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാമുക്കും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂക്കും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂക്കും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദരാ, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദരാ, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാലയിൽ, വഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ താഴ്ചുവടിനെ ജയിച്ചിടാം, വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി.
ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാം താൻമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക നാഥൻ കാൽച്ചുവടിനെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരാ നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമേ എന്നാഥനേശുവോട് നിത്യമാം രാജാവാ രാജാധിരാജൻ കീഴേ പ്രിയരേയൊരുങ്ങുക പരമാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ ഞാൻ വാഴും ഭൂമേ എന്നാഥനേശുവോട് നിത്യമാം രാജാവാ രാജാധിരാജൻ കീഴേ പ്രിയരേയൊരുങ്ങുക പരമാനിനി സമയമില്ല മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാൾ വാഴ്ത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഈ ഭൂമിയില് 7 വൻകരകളിൽ ഒന്നായ ഏഷ്യ വൻകരയിൽ ഏഷ്യ ഭൂഖണ്ഡത്തിലെ പല രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ ഒന്നായ കേരളത്തിലെ പല ജില്ലകളിൽ ഒന്നായ എറണാകുളത്ത് തൃപ്പൂണിത്തുറയ്ക്കും പുതിയകാവിനും ഇടയ്ക്ക് കിണർ എന്ന് പറയുന്ന ഈ ദേശം, ഈ ദേശത്തോട് ദൈവത്തിന്റെ ഒരരുളപ്പാട് അറിയിക്കുന്ന ഒരു ടീമാണ് ഇപ്പോഴിതിലൂടെ കടന്നു പോകുന്നത്. എന്താണ് ആ അരുളപ്പാട്? ഇതൊരു വിളംബരമാണ്, രാജവിളംബരം പോലെ. സൃഷ്ടാവായ ദൈവത്തിന്റെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മളെപ്പോലെ മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന് ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ച് മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളോട് പറയുന്ന സ്നേഹ സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ആ സന്ദേശത്തിന്റെ ചുരുക്കം ഇതാണ്: എന്റെ മകനെ, മകളെ, നീ ഈ ഭൂമിയിലെ ഒരല്പപ്രാണിയായി ജീവിയാണ്. ഏതാനും ദിവസങ്ങൾക്കകം നീ ഇവിടുന്ന് മാറ്റപ്പെടും. കുറച്ച് ദിവസങ്ങളെ നീ ഇവിടെ ഉള്ളൂ. എന്നാൽ ദൈവം നിന്നെ ഇവിടെ സൃഷ്ടിച്ചാക്കിയത് ഒരല്പ ദിവസം ഭൂമിയിൽ ജീവിച്ച് അവസാനിക്കാനല്ല, നിത്യമായി ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മകനായി, ദൈവ കുടുംബക്കാരനായി, നിത്യമായി ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. എന്നാൽ നീ അത് അറിയുന്നില്ല. നീ ഇന്നൊരു മായാലോകത്താണ്. ആ മായാലോകത്ത് ദൈവത്തിന്റെ പദ്ധതികളൊക്കെ നിനക്ക് മറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി നിന്നെ അറിയിച്ച് കടന്നു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പോ ഒന്നുമില്ല. ആ സന്ദേശം ഇതാണ്: നീ ആരായാലും
നീ ഒരു റിക്ഷ ഓടിക്കുന്നവനായാലും, നീ ഒരു അക്കൗണ്ടന്റ് ആയാലും, ക്ലർക്കായാലും, നീ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായാലും, നീ ഒരു എഞ്ചിനീയർ ആയാലും, ഡോക്ടർ ആയാലും, നീ മന്ത്രിയായാലും, പ്രസിഡന്റ് ആയാലും, നീ ധനവാനായാലും, നീ ദരിദ്രനായാലും, ദൈവത്തിന് മുഖനോട്ടമില്ല. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവം നിന്നെ മുൻ നിയമിച്ചിരിക്കുകയാണ്. അതിനായി നിന്നെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത് മനുഷ്യരോടുകൂടെ ജീവിച്ച് മരിച്ചു പോകുന്ന നമുക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ദൈവം തരികയാണ്. ആ ഇൻവിറ്റേഷൻ ദൈവ കുടുംബക്കാരനാകാനുള്ള ഒരു ഇൻവിറ്റേഷൻ ദൈവം തരികയാണ്. ആ ഇൻവിറ്റേഷൻ പ്രിയമക്കളെ അറിയിക്കുന്ന ഒരു ടീമാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല വിശേഷമാണ്. ആ നല്ല വിശേഷം യേശു ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക. അർത്ഥം ഇതാണ്, മനുഷ്യനോടുകൂടെ ജീവിച്ചും മരിച്ചു പോകുന്ന മനുഷ്യ, ദൈവത്തോടുകൂടെ ജീവിക്കാൻ ദൈവം നിന്നെ ഇൻവൈറ്റ് ചെയ്യുക. അതുകൊണ്ട് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനായി തീരുക. അപ്പൊ ഞാനിവിടെ എന്റെ മുമ്പിൽ കാണുന്ന തിരക്ക് പിടിച്ച കാറിലും സ്കൂട്ടറിലും ബസ്സിലും നടന്നും ഒക്കെ തിരക്ക് പിടിച്ച് ഓടുന്ന മനുഷ്യരെയാ. മക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര നാളിങ്ങനെ ഓടുന്നു? എത്ര നാള് നിങ്ങൾക്ക് ഇങ്ങനെ ഓടാൻ പറ്റും? കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളിവിടെ തളർന്ന് താഴെ വീഴും. മരണം നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ ധനവാനായാലും ശരി, ദരിദ്രനായാലും ശരി, നിങ്ങൾ കൊട്ടാരത്തിൽ പാർക്കുന്ന ആളായാലും ശരി, ചെറ്റക്കുടിലിൽ ഷെഡിൽ പാർക്കുന്ന ആളായാലും ശരി, നീ താഴെ വീഴും. അങ്ങനെയെങ്കിൽ ഈ ലോക ജീവിതം കൊണ്ട് നിനക്ക് എന്താണ് നേട്ടം? നീ അധ്വാനിക്കുന്നത് കൊണ്ട് നിനക്ക് എന്താണ് നേട്ടം? നീ അധ്വാനിക്കുന്നത് കൊണ്ടുവയ്ക്കുന്ന ഈ മണ്ഡലം നിനക്ക് നിൽക്കുകയില്ല. യഥാർത്ഥത്തിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന നിനക്ക് എന്തെന്ന് നിനക്ക് അറിയില്ല. ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ആ സദ്വാർത്ത, സുവിശേഷം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ദൈവത്തോടൊപ്പം ദൈവ കുടുംബത്തിൽ ദൈവത്തിന്റെ മക്കളായി നിത്യമായി മരണമില്ലാത്തവരായി ജീവിക്കുകയും ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായി ഭൂമിയുടെ ഭരണം ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ള ആ പദ്ധതിയാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളത്. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മളിന്ന് വേറൊരു മായാലോകത്താണ്. മറ്റൊരു സിസ്റ്റമാണ് നമ്മുടെ സിസ്റ്റം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ സന്ദേശം രാജത്വത്തിന്റെ സുവിശേഷം എന്ന പേരിൽ യേശു ക്രിസ്തു, ദൈവത്തിനായ ക്രിസ്തു ഭൂമിയിൽ അറിയിച്ചു. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ സുവിശേഷം സർവ്വ സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടവും പ്രസംഗിക്കപ്പെടും, അതോടെ അവസാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കിണർ എന്ന് പറയുന്ന ദേശത്തിലൂടെ ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത്. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകും. അപ്പൊ രാജത്വത്തിന്റെ ഈ സുവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് പ്രസംഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഇത് അറിയിച്ചത്. ഇതിന്റെ സന്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവും നമ്മളുമായി ഒരു കുടുംബവുമായി ഒരുമിച്ച് ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരായ നമ്മൾ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ എന്തുകൊണ്ട് ഇത് അറിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഈ യാഥാർത്ഥ്യം നമുക്ക് മറഞ്ഞു കിടക്കുകയാണ് മറ്റൊരു യാഥാർത്ഥ്യത്തിലൂടെ. ഒരു നിഴൽ യാഥാർത്ഥ്യത്തിലൂടെ നമുക്കിത് മറിഞ്ഞു കിടക്കുകയാണ്. ഞാൻ ഈ ജംഗ്ഷനിൽ പ്രസംഗിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്റെ കണ്ണിൽ പെട്ടത്, ഇവിടെ ഇതാ ഒരു പോസ്റ്റർ എന്റെ മുമ്പിൽ ഒട്ടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. ആ പോസ്റ്ററില് പല വ്യക്തിത്വങ്ങളുമുണ്ട്. അതിലാദ്യം കാണുന്നത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി കയ്യിൽ ഒരു ബാഗും പിടിച്ച് ഇപ്പോഴത്തെ മോഡേൺ ലേഡീസ് പെൺകുട്ടികളുടെ സ്റ്റൈലിൽ ഒരു കീറിയ ജീൻസും അപ്പോൾ തന്നെ വേറൊരു ലൂസായിട്ടുള്ളൊരു പ്രത്യേക ഉടുപ്പൊക്കെ ധരിച്ച് ആ പെൺകുട്ടി മൂവ് ചെയ്യുകയാണ്. കയ്യിലൊരു ബാഗ് പിടിച്ച് ഒരു സ്റ്റൈലിഷ് ആയിട്ട് നീങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഉടുപ്പ് മുഴുവൻ ഈ ലോകം വിട്ടുകൊടുത്തതാണ്.
ആ ഒരു വേഷം മുഴുവൻ ഈ ലോകം വിട്ടുകൊടുത്തതാ. നമ്മൾ ജനിച്ച സമയത്ത് നമുക്ക് ഇതുപോലൊരു ഉടുപ്പില്ല. ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച സമയത്തും ഇതുപോലൊരു ഉടുപ്പില്ല. അവനുണ്ടായിരുന്ന ഉടുപ്പെന്ന് പറയുന്ന തേജസ്സിന്റെ വസ്ത്രമായിരുന്നു. തേജസ്സിന്റെ വസ്ത്രം. അവർക്ക് ഇതുപോലെ ഒരു ചുരിദാറോ ഒരു പാന്റോ ഒരു ഷർട്ടോ ഒരു ടീഷർട്ടോ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. തേജസ്സിന്റെ വസ്ത്രമായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത ശേഷമാണ് അവർക്ക് ആ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുകയും ഇതുപോലുള്ള വസ്ത്രങ്ങൾ അന്വേഷിച്ച് നടക്കുകയും യാഥാർത്ഥ്യത്തെ മറച്ചിട്ട് മറ്റൊരു ലോകത്ത് അവർ ജീവിക്കാൻ തുടങ്ങി. മറ്റൊരു കാര്യത്തിന് വേണ്ടി അവർ ജീവിക്കാൻ തുടങ്ങി. വയറിന്റെ വിശപ്പ് മാറാൻ വേണ്ടി അവർ ഓടാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ദൈവത്തിന്റെ വചനം ഇത് മനസ്സിലാക്കാൻ നമ്മളോട് പറയുകയാണ്. യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം, ദൈവരാജ്യം എന്ന സുവിശേഷം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. വയൽ എന്ന് പറയുന്നത് മറ്റൊരു മണ്ഡലമാണ്, ലോകമാണ്. ആ ലോക സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിടെ അറിയിച്ചത്. ആ നിധിയെ നമുക്കറിയാം, അതൊരു ഉപമയാണ്. നിധിയെ നമ്മളെല്ലാവരും വിലമതിക്കുന്നതാണ്. ആ വിലമതിക്കുന്ന സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അത് ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ്. മക്കളെ, മനുഷ്യരോട് കൂടെയുള്ള ജീവിതം ഏതാനും ദിവസങ്ങൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് നമുക്കിവിടെ അവസാനിക്കും. ഇന്ന് മനുഷ്യരോടുകൂടെ ജീവിക്കുക. എന്നാൽ സ്വർഗത്തിലെ ദൈവം, ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതാണ് യേശുക്രിസ്തു, ദൈവമെന്ന യേശുക്രിസ്തു അറിയിച്ച സുവിശേഷം, ദൈവത്തോടു കൂടെയുള്ള നമ്മുടെ ജീവിതം. ഇനി മനുഷ്യരോടുകൂടെ, മരിക്കുന്ന മനുഷ്യരോടുകൂടെ ജീവിച്ച് പരിചയമുള്ള നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പോൾ ഹൃദയത്തിലൊരു ആഗ്രഹം വന്നു, യേശുക്രിസ്തു പ്രസംഗിച്ച ആ സുവിശേഷത്തിലേക്ക്, ആ ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ആഗ്രഹം നല്ലതാണ്. ഈ ആഗ്രഹം ജനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്ര നേരം പ്രസംഗിച്ചത്. ആ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്കോ നിങ്ങൾക്കോ ദൈവത്തോടുകൂടി ജീവിപ്പാൻ ഈ ഭൂമിയിൽ ഒരു വഴിയുമില്ല. നാം ഇവിടെ പാപനിമിത്തം മരണത്തിലാണ്. ഈ മരണത്തിന് വിടുവിക്കുവാൻ കഴിവുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം നമുക്കിവിടെ ഇല്ല. അത് നമ്മുടെ സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റികളിലോ നമ്മുടെ ആശുപത്രികളിലോ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലോ ഒന്നും നമ്മളെ മരണത്തിന് വിടുവിക്കുവാനുള്ള സംവിധാനമില്ല. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുകൾക്ക്, നമ്മുടെ ആശുപത്രികൾക്ക് അവർ ഒരു കേസ് പോലും ഇതുവരെ വിജയിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ ആശുപത്രിയിൽ കയറ്റിയിട്ട് അവനെ മരണമില്ലാതാക്കുവാൻ ഈ ലോകത്തിലെ ഒരു ആശുപത്രിക്ക് കഴിഞ്ഞിട്ടില്ല. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് കഴിഞ്ഞിട്ടില്ല, ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടില്ല, ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സർവീസിന് കഴിഞ്ഞിട്ടില്ല. ഈ ലോകത്തിലെ ഒരു ഹോസ്പിറ്റലിൽ പോലും ഒരു കേസ് ജയിക്കാൻ പറ്റിയിട്ടില്ല, ഒരു മനുഷ്യനെ മരണമില്ലാത്തവനാക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രു മരണമാണ്. അപ്പോ സ്വർഗത്തിലെ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോ നമുക്കത് സ്വീകരിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മളെ മരണം പിടിച്ചിരിക്കുക. അപ്പൊ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുമുള്ള എന്തെങ്കിലും ഒരു വഴി, ഒരു രക്ഷ നമുക്ക് വേണം. അതിനൊരു രക്ഷകൻ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പാരസെറ്റാമോളിനോ നമ്മളുടേതായ ആന്റിബയോട്ടിക്കുകൾക്കോ യൂണിവേഴ്സിറ്റികൾക്കോ നമ്മളുടേതായ മിലിറ്ററി ഫോഴ്സിനോ ഒന്നും നമ്മളെ മരണത്തെ വിടുവിക്കാൻ കഴിവില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ, നമ്മൾ തന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം തന്നെ അതിനൊരു വഴിയൊരുക്കി. അതാണ് തന്റെ ഒരേ ഒരു പുത്രനായ ക്രിസ്തു. ആ ക്രിസ്തുവിനെ മാനവരാശിയുടെ മരണത്തിന് കാരണമായ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് വചനമെന്ന് മറുപേരുള്ള യേശു വചനം മാംസമായി ജഡമായി ഭൂമിയിൽ കടന്നു വരികയും മനുഷ്യന്റെ മുമ്പിൽ ഏകദേശം ഒരു 3.5 വർഷക്കാലം
നിങ്ങളെക്കുറിച്ച് അത്യുന്നതനായ ദൈവം തന്റെ പിതാവ് ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണെന്ന് അറിയിക്കുകയും മനുഷ്യരോടുകൂടെ ജീവിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മരണത്താൽ പിടികൂടി ഈ ഭൂമിയിൽ ബസ്സിലും സ്കൂട്ടറിലും ഒക്കെ സഞ്ചരിക്കുന്ന നിങ്ങൾ മരിച്ചു താഴെ വീഴും. അതിനു മുമ്പ് ഇതാ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ഒരു നാമം സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ നിനക്ക് നൽകിയിട്ടുണ്ട്. ആ നാമം മറ്റൊന്നുമല്ല, തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും പാപനിമിത്തമുള്ള ഈ മരണത്തിന് രക്ഷ പ്രാപിക്കുകയും തുടർന്ന് നിനക്ക് യേശു ക്രിസ്തു പ്രസംഗിച്ച ആ ദൈവത്തോടുകൂടിയുള്ള ജീവിതം സാധ്യമാകുകയും ചെയ്യും എന്ന സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. എന്റെ മകനെ, എന്റെ മകളെ, മരണം നമ്മളെ പിടികൂടുന്നതിന് മുമ്പ് മായയായ ഈ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിലും ബസ്സിലും ഒക്കെ സമയമില്ലാതെ ഓടി ശേഖരിക്കേണ്ടതൊക്കെ ശേഖരിച്ച് അതാ ഇവിടെ ബാങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ട് നിക്ഷേപിച്ച് അവസാനം ഒന്നുപോലും എടുത്തുകൊണ്ട് പോകാൻ കഴിയാതെ മരണത്താൽ മൂടപ്പെട്ട് പിടിക്കപ്പെട്ടു പോകുന്ന മനുഷ്യ, നിങ്ങളോട് ദൈവത്തിന്റെ ആലോചന പറയുക. ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന മനുഷ്യനോടുകൂടെ ജീവിച്ച് മരിച്ച് അസ്തമിക്കാനല്ല, പകരം ദൈവത്തോടുകൂടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. അതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. അതിലേക്കുള്ള ഏക വഴിയാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമ്മളുടെ മനുഷ്യകുലത്തിന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി എന്ന് ആ മരണ എണ്ണയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള കാലങ്ങളിൽ യേശുവെ അനുഗമിച്ചനുസരിപ്പാൻ പ്രിയമകനെ, പ്രിയമകളെ, നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ മഹാസുവിശേഷത്തിലേക്ക് മരണം നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് മരണത്തെ കൊണ്ടുപോകുവാൻ കഴിവുള്ള മഹാസുവിശേഷത്തിലേക്ക് മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ ചവിട്ടി മുന്നേറുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കളുടെ മണ്ഡലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് മരണം നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ്, മരണം നമ്മുടെ SBI ബാങ്കിലെ ഡിപ്പോസിറ്റിനെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ്, മരണം നമ്മുടെ കനറ ബാങ്കിലെ ഡിപ്പോസിറ്റിനെ കീഴടക്കുന്നതിന് മുമ്പ്, മരണം നാം വാങ്ങിക്കൂട്ടിയ സകലത്തെയും കീഴടക്കുന്നതിന് മുമ്പ്, മരണത്തെ കീഴടക്കുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്ട്രാറ്റജിയായ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രിയമക്കളെ ഈ ദേശത്ത് മാത്രമല്ല ഈ ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് പ്രിയമക്കളെ, ഞാൻ നിങ്ങളെ ഓർമ്മിക്കട്ടെ, ദൈവത്തിന്റെ ഈ മഹാരക്ഷയെ തള്ളിക്കളയരുത്. നിങ്ങൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുക, കാറില്, ബസ്സില്, സ്കൂട്ടറില്, സൈക്കിളില്. പക്ഷേ ഓട്ടം നിൽക്കും, അതിനൊന്നും ഓടാൻ പറ്റില്ല. നിങ്ങളുടെ മുട്ടുകൾ വേദനിക്കാൻ തുടങ്ങും, നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. നിങ്ങളുടെ നടുവുകൾ ഇതാ വേദനിക്കാൻ തുടങ്ങും, നടുവ് നിവർത്താൻ കഴിയത്തില്ല, കണ്ണുകൾ മങ്ങി തുടങ്ങും, ഇതാ തൊക്ക് ചുളിഞ്ഞി തുടങ്ങും. മരണം കീഴടക്കിയ അതിനു മുമ്പ് നിങ്ങളോട് ദൈവ ആലോചന പറയുകയാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചുകൊണ്ടും യേശു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് കാൽവരി ക്രൂശിൽ യാഗമായി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതകാലത്ത് ആ യേശുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിനെ അനുഗമിച്ചനുസരിപ്പാൻ ഇതാ നിങ്ങളുടെ ബുദ്ധിയാലോചന പറയുകയാണ്. എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചാക്കിയത് ഇവിടെ മരിച്ച് അവസാനിക്കാനല്ല, പകരം ദൈവത്തോടു കൂടെ ജീവിക്കാനാണ്. അതിന് ദൈവത്തിന് നിന്റെ പൈസ വേണ്ട, പണം വേണ്ട, ദൈവത്തിന് നിന്റേതായ ഒന്നും വേണ്ട. ദൈവത്തിന് വേണ്ട നിന്റെ ഹൃദയം മാത്രമാണ്. പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കാൻ നീ തയ്യാറാണോ? അപ്പൊ അങ്ങയോടുകൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എനിക്ക് ആരുമില്ല, ഇവിടെ ഞാൻ അനാഥനാണ്, ഇവിടെ ഞാൻ അനാഥയാണ്. അല്ല, ഈ ലോകം നശ്വരമാണ് എന്ന് ഞാൻ അറിയുന്നു. അനശ്വരമായ അങ്ങയോടുകൂടിയുള്ള ജീവിതത്തെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാരെങ്കിലും താല്പര്യപ്പെടുന്നുവെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട് നീ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയോടുകൂടെ എന്നെ ജീവിക്കാൻ ഇൻവൈറ്റ് ചെയ്തതിനായി നന്ദി. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴായിരിക്കും ദുഷ്ട ലോകത്തെ രക്ഷപ്പെടണം. പാപനിമിത്തം ഞാൻ മരണത്തിലേക്ക് കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങ് രക്ഷിക്കുവാൻ അങ്ങ് അയച്ച എന്റെ രക്ഷകനായ യേശുവെ ഞാൻ വിശ്വസിക്കുന്നു. യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ അനുഗമിച്ച് തുടർന്നുള്ള നാളിൽ അങ്ങിലേക്ക് എത്തുവാൻ യേശുവെ ഞാൻ അങ്ങേ എന്റെ കർത്താവായി എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇതിലേക്ക് കടന്നു പറയണമേ.
നിത്യമായ സ്വർഗീയ കുടുംബത്തിലേക്ക്, സ്വർഗീയ പിതാവിലേക്ക് എന്നെ നയിക്കണമേ, നടത്തണമെന്ന് നീ ഹൃദയം കൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, പ്രിയമകനെ, പ്രിയമകളെ, ഇതാണ് നിന്റെ ജീവിതത്തിലെ സൗഭാഗ്യത്തിന്റെ തുടക്കത്തിന്റെ ആരംഭം. ഇതാ അതിനായി ഞാൻ നിങ്ങളെ ആലോചന പറയുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാർ 2 നോട്ടീസുകൾ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. അത് വന്നൊരു ട്രാക്റ്റാണ്. ഞങ്ങളിവിടെ ഈ ദൈവത്തെയും നിങ്ങളെ കുറിച്ചുള്ള, മനുഷ്യനെ കുറിച്ചുള്ള ആലോചന അറിയിച്ച് കടന്നുപോയാലും പെട്ടെന്ന് നമ്മുടെ മനസ്സത്, നമ്മുടെ ബുദ്ധി അത് മറന്നുപോകും. എങ്കിലും ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് മറക്കത്തില്ല. അത് നിങ്ങൾക്ക് വീണ്ടും വായിക്കാം. മാത്രമല്ല, മറ്റൊരു നോട്ടീസ് തന്നിട്ടുണ്ട്. അത് ആ നോട്ടീസ് ഇവിടെ എറണാകുളം പ്രാർത്ഥനാലയം, പൂക്കാട്ട് പടിക്കടുത്ത് പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. കഴിഞ്ഞ 22 വർഷത്തിലധികമായി സ്വർഗത്തിലെ ദൈവം എല്ലാ മാസവും 6 ദിവസം അവിടെ ഒരു വചന ധ്യാനമുണ്ട്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ വചന ധ്യാനത്തിലേക്ക് നിങ്ങളെ ഏവരെയും, ഈ കിണർ ദേശ നിവാസികളെ ഏവരെയും, പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ കാണുന്ന, ഇപ്പോഴും തുറന്നു കാണുന്ന നിങ്ങളെ ഏവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ മാസവും കഴിഞ്ഞ 22 വർഷമായി സ്വർഗത്തിൽ ദൈവം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ ഭാരപ്പെട്ട, എനിക്ക് ആരുമില്ല, തളർന്നു പോയ, ഇതാ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്റെ കുടുംബത്തിൽ ഞാൻ അന്യനാണ്, ഞാൻ അനാഥയാണ്, ഞാൻ അനാഥനാണ്, ഇതാ മറ്റ് പല ജീവിത ഭാരങ്ങളാലും ഒക്കെ ഭാരപ്പെടുന്ന നിങ്ങൾക്കൊരു ആശ്വാസമായിട്ട് ഇതാ ആ ധ്യാന കേന്ദ്രം നിങ്ങൾക്ക് മാറുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. താല്പര്യമുള്ളവർ അവിടെ കടന്നു വരിക. ഇതിനെപ്പറ്റി കൂടുതലായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നോട്ടീസിന്റെ താഴെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ ഉണ്ട്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, അടുത്ത ധ്യാനം എന്ന് പറയുന്നത് ജനുവരി 6-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. നിങ്ങളേവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കൂടുതൽ സഹായത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ താഴെ പറയുന്ന നമ്പറിൽ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള കൂടുതൽ വചനങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കുന്നതാണ്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങൾ സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരുക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നദിയോടെ ഞങ്ങളെ സ്തോത്രം ചെയ്യുകയാണ്. ഈ കിണർ ദേശത്തെ അങ്ങയുടെ മക്കളോട് ദൈവത്തിന്റെ വചനം, ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവെന്ന് പറയുവാൻ തക്കവണ്ണം ഒരിക്കൽ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവിടെയുള്ള കുടുംബങ്ങളെയും, ഇവിടെയുള്ള എല്ലാ കടക്കാരെയും, ഇവിടെ എല്ലാ ബിസിനസ്സുകാരെയും, ഈ ജനത്തെയും ഇവരുടെ എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ നാമത്തെ അനുഗ്രഹിക്കുകയാണ്. ഈ അനുഗ്രഹം ഇവരുടെ നിത്യമായ ദൈവരാജ്യ പ്രവേശനവും അപ്പോൾ തന്നെ ഇപ്പൊ താൽക്കാലികമായി ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ഒരു പ്രസംഗം മൂലം, ഈ ഒരു സന്ദേശം മൂലം ഈ ദേശത്തെ പലർക്കും, മാത്രമല്ല ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ള പലർക്കും ഇതൊരു അനുഗ്രഹമായി തീർന്നുവെന്ന് തിരിച്ചറിയാൻ അങ്ങ് കൃപകരണമേ. അതുവഴി അങ്ങയുടെ നാമം മഹത്വം എടുക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. നന്ദി, നമസ്കാരം.